മിനാബ് 168 കാലവും ചരിത്രവും എന്നും ഓർക്കപ്പെടേണ്ട 168. കഴിഞ്ഞ ദിവസം ഇറാന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു സുഹൃത്തിനെ വിളിച്ച് ഓർമ്മിപ്പിച്ചിരുന്നു. സാറ് പറയുമ്പോൾ എപ്പോഴെങ്കിലും ഒരു കഥ കൂടി ഓർമ്മിപ്പിക്കണം. നമ്മുടെ സമുദായത്തിൽ ഇതിൻ്റെ ഈമാൻ ഉരച്ചു നോക്കുന്നവർക്ക് കൂടി ബോധ്യമാകും വിധം ബദർ യുദ്ധത്തിൻ്റെ സന്ദർഭം ഒന്ന് ഓർമ്മിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. ഒരു വശത്ത് 313 പേർ, നോമ്പ്, ആയുധങ്ങളില്ല, മറ്റൊരു സംവിധാനവുമില്ല, പട്ടിണി കിടക്കുന്നവർ, ശക്തി ഒട്ടുമില്ല. മറുവശത്ത് അതിൻ്റെ എത്രയോ ഇരട്ടി ആളുകൾ എല്ലാ ആയുധങ്ങളുമായി നിറയെ ഭക്ഷണം കഴിച്ച് കരുത്തോടെ ആക്രമിക്കാനായി നിന്നപ്പോൾ പ്രവാചകൻ നടത്തിയ ഒരു പ്രാർത്ഥനയും ഒക്കെ ഞാൻ ഈ അടുത്ത സമയത്ത് അബ്ദുസമദ് സമദാനി ഒരു കാലത്ത് വളരെ വികാരനിർഭരമായി അവതരിപ്പിച്ച ആ വീഡിയോ എനിക്ക് തോന്നുന്നു റംലാൻ 17 രാവിനോ മറ്റോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അതൊന്ന് ഓർമ്മിപ്പിക്കണം. അത്തരമൊരു സന്ദർഭം കൂടി ഈ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തോട് ചേർത്ത് വെച്ച് ചിന്തിക്കാവുന്ന, അതിനോട് തുല്യപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പരിശോധനക്കാരിറങ്ങി ഈമാൻ നമ്മുടെയും കൂടെ പരിശോധിച്ച് കളയും. അപ്പോൾ അതുകൊണ്ട് അതിനോട് തുല്യപ്പെടുത്താവുന്ന ഒന്നാണ് എന്ന് പറഞ്ഞിരുന്നു. ഞാനത് പറയാൻ ഇപ്പോൾ ഓർമ്മ വന്നത് എന്താണെന്ന് ചോദിച്ചാൽ 168 നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു നമ്പറാണ്. മിനാബ് 168 എന്നാണ് അതിനെ ഇറാൻ വിശേഷിപ്പിക്കുന്നത്. പാകിസ്ഥാനിലേക്ക് ചർച്ച നടത്താനായി ഇറാൻ സ്പീക്കറുടെ നേതൃത്വത്തിലും അറാക്ചി അടക്കമുള്ളവർ എത്തിച്ചേർന്നപ്പോൾ അവർ ട്വിറ്ററിൽ കുറിച്ചത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ അവരുടെ മുന്നിൽ വെച്ചിരിക്കുന്ന മിനാബ് 168 ആണ്. എന്താണ് മിനാബ് 168? വളരെ പൊടുന്നനെ വളരെ പെട്ടെന്ന് ഇറാനിൽ കടന്നാക്രമിക്കുന്ന അമേരിക്ക അവിടുത്തെ പരമോന്നത നേതാവിനെയും കൊട്ടാരത്തെയും ആക്രമിച്ച ശേഷം പിന്നീട് ആക്രമിച്ചത് 168 മാലാഖമാരെ പോലെയുള്ള പെൺകുഞ്ഞുങ്ങൾ, മക്കൾ, മാലാഖമാർ, അവർ പഠിക്കുന്ന സ്കൂളിന് പുറത്തേക്കാണ് ബോംബ് വർഷിച്ചത്. ചിന്നിച്ചിതറി ചോറ്റുപാത്രങ്ങൾ, ചിന്നിച്ചിതറി ബാഗുകൾ, 165 പെൺകുഞ്ഞുങ്ങൾ, നിരപരാധികൾ, ഒന്നും അറിയാത്തവർ. നമ്മുടെ പിന്നെ എന്താ പറയുന്നത്, പലരുടെയും ഭാഷയിൽ പറഞ്ഞാൽ അവർ ഷിഈയാണോ അല്ലെങ്കിൽ സുന്നിയാണോ എന്ന് പോലും തിരിച്ചറിയുന്നതിന് മുമ്പ് യാത്രയായ മാലാഖ കുഞ്ഞുങ്ങൾ. അവരുടെയൊക്കെ മൃതദേഹങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് പശ്ചിമേഷ്യൻ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നവർ അതിൻ്റെ ഹലാലും ഹറാമും വേർതിരിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് അതിരൂക്ഷമായ ഭാഷയിൽ രോഷത്തോടെയൊക്കെ ഞാനും പ്രായവും ആളും ഒന്നും നോക്കാതെ പ്രതികരിച്ചത്. കാരണം ഇവരുടെ ആരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ ഇതുപോലും സ്പർശിക്കുന്നില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ചില സന്ദർഭങ്ങളൊക്കെ മനുഷ്യൻ ഹൃദയത്തിൽ ഇങ്ങനെ ഓർത്തു വെക്കുമല്ലോ, അങ്ങനെ പോലും ഓർത്തില്ലല്ലോ എന്ന് വിചാരിച്ചു. എന്തായാലും ഇറാൻ പ്രതിനിധി സംഘം അത് ഓർത്തു. അവർ പോയപ്പോൾ ഈ 168 കുഞ്ഞുങ്ങളുടെ ചോര പുരണ്ട ബാഗും ബുക്കുകളും ഒക്കെ അടുക്കി വെച്ചിരിക്കുന്നത് കൂടി നിരത്തി വെച്ചുകൊണ്ടാണ് അവർ യാത്ര ചെയ്തത്. ആ വാർത്ത തൻ്റെ ട്വിറ്റർ പേജിലൂടെ ഈ ചർച്ചയ്ക്ക് പോയ ഇറാൻ്റെ സ്പീക്കർ ഗാലിബാഫ് പങ്കുവെച്ചുകൊണ്ട് ഇങ്ങനെ കുറിച്ചു: ഈ വിമാനയാത്രയിൽ ഇവരാണ് എൻ്റെ സഹയാത്രികർ. അതായത് ഒത്തുതീർപ്പ് ചർച്ച നടത്താനായി പോകുമ്പോൾ ഈ 168 മാലാഖമാരുടെ ഓർമ്മകൾ, ആത്മാക്കളാണ് എൻ്റെ സഹയാത്രികർ എന്ന് കുറിച്ചുകൊണ്ട്. ഇതുപോലെ എത്രയോ കുഞ്ഞുങ്ങളെ ഫലസ്തീനിൽ ഈ ക്രൂരന്മാർ ചുട്ടരിച്ചിരിക്കുന്നു, എത്രയോ പേരെ കൊന്നു തള്ളിയിരിക്കുന്നു. എന്നിട്ടാണ് ഇവന്മാരെ ലോക സമാധാനത്തിൻ്റെ എന്തോ ഭീകരന്മാരായി എല്ലാവരും ചിത്രീകരിക്കുന്നതും സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം വേണമെന്ന് ആവശ്യപ്പെടുന്നതും. ഏതായാലും ഇറാൻ മുറിവേറ്റവരാണ്. എനിക്ക് തോന്നുന്നത് ഈ ഷിഈ വികാരത്തിൽ അല്ലെങ്കിൽ ഷിയാക്കൾ അവർ പോരാട്ട വീര്യമുള്ളവരാണ്. പേർഷ്യൻ ചരിത്രത്തിലെ കടുത്ത പോരാട്ടത്തെ അതിജീവിച്ചവരാണവർ. ഏതായാലും അതവരൊട്ടും കുറയ്ക്കുന്നില്ല. ആ ഓർമ്മകൾ തന്നെ പങ്കുവെക്കുമ്പോൾ സ്വാഭാവികമായി ആ മധ്യസ്ഥ ചർച്ചയിൽ ആ നെഗോഷിയേറ്റിംഗ് പവർ അത് കൂടുതൽ കിട്ടുക ഈ ഓർമ്മകൾക്ക് തന്നെയായിരിക്കും.